നെക്സ്റ്റ് കാറ്റഗറി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ്. അത് നമ്മൾ പറഞ്ഞു, ഒന്നും കൂടെ പറയാം. ദ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ആഡിങ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സ്യൂട്ടബിൾ ഇമ്പ്യൂരിറ്റി. പ്രോസസ്സിനെ പറയുന്നത് ഇസ് കോൾഡ് ഡോപ്പിംഗ്. ദ എൻഹാൻസ്ഡ് കണ്ടക്ഷൻ ഈസ് ദാറ്റ് റിസൾട്ട് ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ. സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് നമുക്ക് ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ പ്രോപ്പർ ഡോപ്പിംഗ് ക്യാൻ ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബൈ ഈവൻ 10,000 ടൈംസ്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനേക്കാളും 10,000 ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് ഡോപ്പിങ്ങിലൂടെ. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? It can be regarded as the process of replacing a few atoms of a host element with guest atoms having either more or fewer valence electrons. നേരത്തെ പറഞ്ഞ തന്നെ ഹോസ്റ്റ് ആറ്റം എലമെന്റ് ഏതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, അതിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുക, അതാണ് ഗസ്റ്റ് ആറ്റം എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഹാവിങ് എയ്തർ മോർ ഓർ ഫ്യൂവർ, ഒന്നുകിൽ അതിനേക്കാൾ കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ്. ഡോപ്പിംഗ് ഇൻട്രൊഡ്യൂസസ് എനർജി സ്റ്റേറ്റ്സ് ഇൻ ദ ബാൻഡ് ഗ്യാപ്പ് ഫോർബിഡൻ ബാൻഡ് ഓഫ് എ സെമി കണ്ടക്ടർ. ദ റിസൾട്ടിംഗ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഓഫ് ഐദർ എൻ ടൈപ്പ് ഓർ പി ടൈപ്പ്. ഡോപ്പിങ്ങിലൂടെ കണ്ടക്ഷൻ കൂടുന്നു എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാലൻസ് ബാൻഡ് ഒന്ന്, പിന്നെ കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെ ഒരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാണ് ഡോപ്പിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇതിന് ട്രാൻസ്ഫറിങ് ഈസി ആവും. അങ്ങനെയാണ് ഇതിൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എൻ ടൈപ്പ് എന്താ, പി ടൈപ്പ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് വണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. Addition of electron-rich impurities, N-type semiconductors. If the impurity added, the dopant is electron-rich in the sense that it has more valence electrons than the host material, the resulting semiconductor is called a N-type semiconductor. Such an impurity added is called a donor impurity. നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി, അതായത് ഇതിനേക്കാളും കൂടുതലായിട്ട് ഇലക്ട്രോൺസ്, വാലൻസ് കൂടുതലായിട്ടുള്ള ഇമ്പ്യൂരിറ്റി, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഇമ്പ്യൂരിറ്റിനെ പറയുന്നത് എന്താണ്? ഡോണർ ഇമ്പ്യൂരിറ്റി. ഇവിടെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഫോസ്ഫറസ് ഗ്രൂപ്പ് 15 വിത്ത് 5 വാലൻസ് ഇലക്ട്രോൺസ്. ഫോസ്ഫറസ് വരാം, ആർസനിക്, ആന്റിമണി, അതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവയ്ക്ക് എന്ത് ചെയ്യും? ഇൻ സിലിക്കൺ ഹോസ്റ്റ് ഗ്രൂപ്പ് 14 4 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള സിലിക്കൺ ഹോസ്റ്റും, അതേപോലെ നമ്മൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ഏതെങ്കിലും ഒരു എലമെന്റ് ഡോപ്പ് ചെയ്യുക. അത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ്? ഈച്ച് ഫോസ്ഫറസ് ആറ്റം ഓക്യുപ്പൈങ് എ ലാറ്റിസ് സൈറ്റ് ഓഫ് സിലിക്കൺ നീഡ്സ് ഓൺലി 4 ഓഫ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺസ് ടു ഫോം കോവാലന്റ് ബോണ്ട് വിത്ത് ദ സറൗണ്ടിങ് സിലിക്കൺ ആറ്റംസ് ആൻഡ് ദസ് ഹാസ് 1 എക്സ്ട്രാ ഇലക്ട്രോൺ വിച്ച് ഗെറ്റ്സ് ഡീലോക്കലൈസ്ഡ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ് ഇത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എക്സാമ്പിൾ ആണ് ഇത് പ്യുവർ സിലിക്കൺ, 4 വാലൻസി ആണ് ജസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത് എൻ ടൈപ്പ് ആണെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്? ഗ്രൂപ്പ് 15 അല്ലേ? ഗ്രൂപ്പ് 15 എലമെന്റ്സ് ഏതാ? ഫോസ്ഫറസ് ആവാം, ആർസനിക്, SB, ആന്റിമണി, ഏതെങ്കിലും ഒന്നാവാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള ഒരു സിലിക്കൺ ആറ്റത്തിന് പകരം ഇവിടെ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്? ഒരു ഗ്രൂപ്പ് 15 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ഒരു എലമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ 1 2 3 4 എണ്ണം എന്ത് ചെയ്യും? ഇവ തമ്മിൽ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും. എക്സ്ട്രാ ആയിട്ട് എന്തുണ്ടാവും? ഒരു ഇലക്ട്രോണ് പ്രസന്റ് ഉണ്ടാവും. അങ്ങനെ ഇതുപോലെ ഒരുപാട് എക്സസ് ഇലക്ട്രോൺസ് പ്രസന്റ് ഉണ്ടാവും ഇതിൽ. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഇതിൽ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ ഇപ്പോൾ സിലിക്കൺ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിലിക്കന് പകരം എന്ത് അവിടെ ആഡ് ചെയ്യാണ്? ഹോസ്റ്റ് മെറ്റീരിയൽ. ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സിലിക്കൺ ആണ്. ഗസ്റ്റ് ആയിട്ട് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് ആണെന്ന് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് എവിടെയൊക്കെ ഫോസ്ഫറസ് ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും? ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് എന്താ നോക്കൂ. ഈച്ച് പി ആറ്റം, ഓരോ phosphorus atom occupying a lattice site of Si needs only 4 of its valence electrons to form covalent bond with the surrounding Si atoms. അല്ലേ? ഇതിലെ എന്താണ് ഏതൊരു ഫോസ്ഫറസ് ആറ്റം എടുക്കുകയാണെങ്കിലും ഇതിന്റെ 4 ഇലക്ട്രോൺസ് മാത്രമേ എന്തിനാവശ്യമുള്ളൂ? ഈ സിലിക്കൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ ഇതിനാവശ്യമുള്ളൂ. And this has one extra electron which gets delocalized. അപ്പോൾ ഒരു എക്സ്ട്രാ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്, അത് delocalized ചെയ്യും. The resulting dopant energy levels also called a donor level അല്ലെങ്കിൽ donor states containing the delocalized extra electrons lie just below the conduction band of silicon. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ് ഒരു എക്സ്ട്രാ ഇങ്ങനെ കുറേ ഇലക്ട്രോൺസ് വരും അല്ലേ? അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ബാൻഡ് തിയറി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് വാലൻസ് ബാൻഡാണ്, ഇത് കണ്ടക്ഷൻ ബാൻഡാണ്, ഇത് അറിയുന്നത് എന്തായിരുന്നു? ഫോർബിഡൻ ബാൻഡ് ഗ്യാപ്പ് അല്ലേ? ഫോർബിഡൻ ബാൻഡ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു കുറേ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഒരു എനർജി ലെവൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എക്സ്ട്രാ ഇലക്ട്രോൺസ് ഈ ഫോർബിഡൻ ബാൻഡിൽ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവിടെ എനിക്ക് ഓക്യുപ്പൈ ചെയ്യുന്നത് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഒരു എനർജി ലെവൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ പറയുന്നത് ഡോപ്പൻഡ് എനർജി ലെവൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കൂ എന്താ പറയുന്നത്? ദ റിസൾട്ടിങ് ഡോപ്പന്റ് എനർജി ലെവൽസ് ഓൾസോ ഡോണർ ലെവൽസ്. ഇതാ ഇവിടെ ഇത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ആ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഈ ഡോണർ ലെവൽ എന്ന് കാണിച്ചിരിക്കുന്നത്. containing the delocalized extra electrons lie just below the conduction band of silicon. സിലിക്കന്റെ കണ്ടക്ഷൻ ബാൻഡിന്റെ ജസ്റ്റ് ബിലോ ആയിട്ടാണ് അത് ഓക്യുപ്പൈ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇമ്പ്യൂരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതിന് മുന്നേ ഇതിന്റെ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ EG എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇമ്പ്യൂരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺസ് വന്നപ്പോൾ ഇവിടെ ഒരു ഡോണർ ലെവൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ട്. Similar is the case when germanium is doped with arsenic or antimony. സിലിക്കൺ പോലെ ജെർമേനിയം ഡോപ്പ് ചെയ്താലും ഇതേ കേസാണ് വരുന്നത്. സോ എ റേസ് ഇൻ ടെമ്പറേച്ചർ ഓർ ഇറേഡിയേഷൻ വിത്ത് എ സ്യൂട്ടബിൾ ലൈറ്റ്, അതായത് നമ്മൾ എനർജി കൊടുത്താൽ ക്യാൻ കോസ് സം ഓഫ് ദി ഇലക്ട്രോൺസ് ഫ്രം ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഡോപ്പൻഡ് എനർജി ലെവൽസ് ടു ബി excited to the conduction band of the host material, thereby creating partially filled levels. അതെന്താ പറയുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ റേഡിയേഷൻ സ്യൂട്ടബിൾ ലൈറ്റ് വെച്ചിട്ട്, അതായത് എനർജി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഡോപ്പൻ്റ് എനർജി ലെവൽസിൽ, അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഡോണർ ലെവൽസിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? അവിടെ കണ്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റി ഒരു ഇൻട്രിൻസിക് കണ്ടക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു സിലിക്കൺ ആണ് ഇൻട്രിൻസിക് കണ്ടക്ടറായിട്ട് എടുത്തത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ സിലിക്കണിന് പകരം ഫോസ്ഫറസ് ആറ്റത്തിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് വരും. അപ്പോൾ ബാൻഡ് തിയറി അനുസരിച്ച് ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് വരുമ്പോൾ എന്താണ്? കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. അതിനെ പറയുന്നതാണ് എന്ത്? ഡോണർ ലെവൽസ്
അല്ലെങ്കിൽ ഡോണർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പം അല്ലെങ്കിൽ ലൈറ്റ് വെച്ച് ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡോണർ ലെവൽസിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ അതുവഴി കണ്ടക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, എൻ ടൈപ്പ് കണ്ടക്ഷൻ. അപ്പോൾ എൻ ടൈപ്പ് കണ്ടക്ഷൻ എന്നാൽ എന്താണ്? The delocalized electrons thus enter the crystal with enhanced conduction when an external field is applied. This is known as n-type conduction, where n denotes the negative charge of the carriers. അങ്ങനെയാണ് എന്ത് n-type conduction ഉണ്ടാകുന്നത്. Thus, in a n-type semiconductor, no hole is created in the valence band of the host. വാലൻസ് ബാൻഡിൽ ഹോള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്, എക്സ്ട്രാ ആയിട്ട് ഒരു ഡോണർ ലെവല് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നുമാണ് എന്ത്, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ നോ ഹോൾ ഇസ് ക്രിയേറ്റഡ് ഇൻ ദ വാലൻസ് ബാൻഡ് ഓഫ് ദി ഹോസ്റ്റ്. ദ ഇമ്പ്യൂരിറ്റി പ്രൊവൈഡ്സ് ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആണ് ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതുകൊണ്ടാണ് ഇതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താ എന്നുള്ളത് നേരത്തെ പറഞ്ഞു, ഒന്നും കൂടെ പറയാം. ഇഫ് ദ ഇമ്പ്യൂരിറ്റി ആഡഡ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹാസ് എ ഫ്യൂവർ വാലൻസ് ഇലക്ട്രോൺസ് ദാൻ ദി ഹോസ്റ്റ് മെറ്റീരിയൽ, ദ റിസൾട്ടിംഗ് സെമി കണ്ടക്ടർ ഈസ് കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. Such an impurity added is called a acceptor impurity. നേരത്തെ എൻ ടൈപ്പിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഡോണർ ഇമ്പ്യൂരിറ്റി എന്നാണ്. ഇവിടെ പറയുന്നത് acceptor impurity എന്നാണ്, ഓർ ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഗസ്റ്റ് മെറ്റീരിയൽ എന്താ, ബോറോൺ, അലൂമിനിയം ഓർ ഗാലിയം ഓഫ് ഗ്രൂപ്പ് 13 വിത്ത് 3 വാലൻസ് ഇലക്ട്രോൺസ്. നേരത്തെ നമ്മൾ 15 ആണല്ലേ, 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ഡെഫിഷ്യൻ്റ് ആണ്. 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ബോറോണോ അലൂമിനിയം ഗാലിയം ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഇൻ സിലിക്കൺ ഹോസ്റ്റ് അതിനുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഈച്ച് ഗസ്റ്റ്, അതായത് ബോറോൺ അലൂമിനിയം ആറ്റം എൻറ്ററിങ് എ ലാറ്റിസ് സൈറ്റ് ഓഫ് സിലിക്കൺ ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് വാലൻസ് ഇലക്ട്രോൺസ് ടു ബോണ്ട് വിത്ത് ദ സറൗണ്ടിങ് 4 സിലിക്കൺ ആറ്റംസ്. ബീങ് 1 ഇലക്ട്രോൺ ഷോർട്ട്, ദിസ് ഇൻട്രൊഡ്യൂസസ് എ ഹോൾ ഓർ ഇലക്ട്രോൺ vacancy. These newly introduced dopant energy level also called acceptor levels. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് നോക്കണം. നേരത്തെ നമ്മൾ എൻ ടൈപ്പ് പറഞ്ഞതുപോലെ ഇവിടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പി ടൈപ്പ് സെമി കണ്ടക്ടർ പറയുകയാണെങ്കിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് 13 ആണല്ലേ, ബോറോൺ ആണെന്ന് വിചാരിക്കുക, ബോറോൺ. അപ്പോൾ ഇവിടെ എന്താണ്, 3 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റൽ മൊത്തം എന്തുണ്ടാവും, കുറേ ഹോൾസ് പ്രസന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത് എന്ത്, ഈച്ച് ഗസ്റ്റ് ആറ്റം എൻറ്ററിങ് എ ലാറ്റിസ് സൈറ്റ് ഓഫ് സിലിക്കൺ. ലാറ്റിസ് സൈറ്റ് ഓഫ് സിലിക്കൺ നമ്മൾ പറഞ്ഞു ഇവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡസ് നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് വാലൻസ് ഇലക്ട്രോൺസ് ടു ബോണ്ട് വിത്ത് സറൗണ്ടിങ് 4 സിലിക്കൺ ആറ്റം. സഫിഷ്യൻറ്റ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണോ, ഇല്ല, 3 എണ്ണം ഉള്ളൂ, 4ാമത്തെ ഇവിടെ പ്രസന്റ് ഇല്ല. ദിസ് ബീങ് 1 ഇലക്ട്രോൺ ഷോർട്ട്, ദിസ് ഇൻട്രൊഡ്യൂസസ് എ ഹോൾ ഓർ ഇലക്ട്രോൺ വാക്കൻസി. അവിടെ ഒരു ഇലക്ട്രോൺ വാക്കൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഹോൾസ് പ്രസന്റ് ആയിരിക്കും. ഈ ഹോൾസ് എന്ത് ചെയ്യും, ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയായിട്ടാണ്, ഇവിടെ വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. ആ എനർജി ലെവലിന് പറയുന്നതാണ് അക്സെപ്റ്റർ എനർജി ലെവൽ, അക്സെപ്റ്റർ ലെവൽസ്. നേരത്തെ എന്തായിരുന്നു, എൻ ടൈപ്പിന്റെ കേസിൽ ഡോണർ ലെവൽസ് ആണ്. പി ടൈപ്പിന്റെ കേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു അക്സെപ്റ്റർ ലെവലാണ്. കണ്ടെയ്നിങ് ദ ഹോൾ ലൈ ജസ്റ്റ് above the valence band of silicon. A rise in temperature or irradiation with a suitable light can cause some of the electrons from the valence band of the host material to be excited to the dopant energy levels to fill the holes. This introduces new holes in the valence bond of the host. എന്താ പറഞ്ഞത്,
ടെമ്പറേച്ചർ കൊടുക്കാൻ അല്ലെങ്കിൽ ലൈറ്റ് വെച്ച് ഇറേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ നിന്നും ഇവിടെ ഹോൾസ് ഉണ്ടല്ലേ, പോസിറ്റീവ് ചാർജുള്ള കുറേ ഹോൾസ് ഉണ്ട്. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ അക്സെപ്റ്റർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പുതിയ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും, ഇവിടേക്ക് വീണ്ടും എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ കണ്ടക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, സിലിക്കൺ ആറ്റം നമ്മൾ ഹോസ്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഒരു സിലിക്കണിനെ മാറ്റിയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് 13 എലമെൻറ്റ് വരികയാണ്. അപ്പം 13 എന്ന് പറഞ്ഞാൽ 3 വാലൻസ് ആയിരിക്കും, സിലിക്കൺ 4 ആണ്. അപ്പോൾ എന്താണ്, അവിടെ ഒരു 3 വാലൻസ് ഇലക്ട്രോൺ ആകുമ്പോൾ 3 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ സറൗണ്ടിങ് ആറ്റംസുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ഡെഫിഷ്യൻറ്റ് ഇലക്ട്രോൺ വാക്കൻസി ഉണ്ടാകും, ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ ഒരുപാട് ഹോൾസ് ഉണ്ടാകും. അപ്പോൾ ബാൻഡ് തിയറി അനുസരിച്ച് ഇതെന്താണ്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും, അതിൻ്റെ വാലൻസ് ബാൻഡിന് തൊട്ട് മുകളിലായിട്ട് ഒരു അക്സെപ്റ്റർ ലെവൽ, പോസിറ്റീവ് ചാർജിൻ്റെ ഒരു അക്സെപ്റ്റർ ലെവൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അക്സെപ്റ്റർ ലെവലിലേക്ക് മൂവ് ചെയ്യും. പിന്നെ വാലൻസ് ബാൻഡിൽ തന്നെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇലക്ട്രോൺസ് എഗെയിൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ കണ്ടക്ഷൻ ഉണ്ടാകുന്നത്. ഈ ടൈപ്പ് കണ്ടക്ഷനെ പറയുന്നതാണ് പി ടൈപ്പ് കണ്ടക്ഷൻ. പി ഡിനോട്ട്സ് ദി പോസിറ്റീവ് ചാർജ് ഓഫ് ദി കാരിയേഴ്സ്. Thus, in a p-type semiconductor, the impurity provides an excess of holes and the majority charge carriers are holes. നേരത്തെ കേസിൽ ആരായിരുന്നു, ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവിടെ പി ടൈപ്പിൽ ഹോൾസ് ആണ് ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത്. സിമിലർ ഈസ് ദ കേസ് വെൻ ജെർമേനിയം ഇസ് ഡോപ്ഡ് വിത്ത് ഗാലിയം ഓർ അലൂമിനിയം. സിലിക്കൺ പോലെ തന്നെ ജെർമേനിയം ഡോപ്പ് ചെയ്താലും ഇതേ കേസാണ് വരുന്നത്.